2016 ഓഗസ്റ്റ് 8 രാത്രി സേലം ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ട്രെയിനിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മോഷണം നടന്നു. ആ ട്രെയിനിന്റെ പാഴ്സൽ വാനിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്ന 342 കോടി രൂപയുടെ സോൾഡ് കറൻസി ലോഡ്. 18 പോലീസുകാർ അടുത്തുള്ള കമ്പാർട്ട്മെന്റിൽ ഗാർഡ് ചെയ്തിരുന്നു. നിർത്താതെ പോയിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ മുകളിലേക്ക് ചിന്നസലം വൃദ്ധാചലം സെക്ഷനിൽ ഇരുട്ടിൽ 6 പേരുടെ സംഘം സാഹസികമായി കയറി. ബാറ്ററി ഓപ്പറേറ്റഡ് കട്ടറും മാനുവൽ ടൂളുകളും ഉപയോഗിച്ച് പാഴ്സൽ വാനിന്റെ മേൽക്കൂരയിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കി. 2 പേർ അകത്തിറങ്ങി മരം ബോക്സുകൾ തകർത്ത് ഏകദേശം 5.78 കോടി രൂപയുടെ നോട്ടുകൾ ചാക്കിൽ പൊതിഞ്ഞ് പുറത്തെത്തിച്ചു. ശേഷം ട്രെയിൻ വളവിലെത്തിയപ്പോൾ താഴെ കാത്തുനിന്ന സഹായികൾക്ക് പണച്ചാക്ക് എറിഞ്ഞുകൊടുത്തു. ട്രെയിൻ ചെന്നൈയിൽ എത്തിയപ്പോൾ മാത്രമാണ് മോഷണം പോയ വിവരം ഗാർഡ് അറിഞ്ഞത്. ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഈ ഹൈസ്റ്റ് 2 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കുറ്റവാളികളെ കണ്ടുപിടിച്ചു. മധ്യപ്രദേശിലെ പാഡി ഗോത്രത്തിലെ അംഗങ്ങളായ മൊഹാ സിംഗ്, ദിനേശ് പാഡി തുടങ്ങിയവർ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിലെ ഏറ്റവും വലിയ ഐറണി, ഹൈസ്റ്റ് നടന്ന് 3 മാസത്തിനുള്ളിൽ ഡിമോണിറ്റൈസേഷൻ വന്നു. മോഷ്ടിച്ച നോട്ടുകളിൽ ഭൂരിഭാഗവും മൂല്യമില്ലാത്തതായി, ചിലത് കത്തിച്ചു കളഞ്ഞു എന്ന് പ്രതികൾ സമ്മതിച്ചു. എന്തായാലും ഇന്ത്യൻ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും പോപ്പുലറായ മൂവിംഗ് ട്രെയിൻ ഹൈസ്റ്റുകളിൽ ഒന്നായി ഇത് മാറി.